നമസ്കാരം, ശുഭരാത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെ ഒരാളുണ്ട്, നമുക്ക് വെൽക്കം ചെയ്യാം. ലിയ തോമസ്, വെൽക്കം. താങ്ക് യു. അവിടെ ഇരുന്ന് തിരിച്ചു വയ്ക്കാൻ പറ്റില്ല, ഇന്ന് തന്നോ, ഞാൻ തന്നെ വയ്ക്കാം. ഓക്കെ, ഞാൻ എന്താന്ന് പറയുക സിംഗർ എന്ന് പറയാഞ്ഞേ? ഓക്കെ, എന്താ അല്ല, എന്നോട് ആദ്യം പറഞ്ഞു സിംഗർ എന്ന് പറയുന്നത് എനിക്ക് കീബോർഡിസ്റ്റ് എന്ന് പറയുന്ന ഇഷ്ടം. അതെന്താ അങ്ങനെ? ഞാൻ ബോത്ത് സിംഗിങ്ങും കീബോർഡ് അറ്റ് ദ സെയിം ടൈം പ്ലേ ചെയ്യും. കീബോർഡിസ്റ്റ് എന്ന് പറയുന്നത് കേൾക്കാനാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണ്. കൂടുതൽ ഇഷ്ടം എന്തിനോടാ? കൂടുതൽ രണ്ടും എനിക്ക് ഇഷ്ടമാണ്. കീബോർഡ് വായിക്കുന്നതും കൂടെ പാട്ട് പാടുന്നതും ഐ ലൈക്ക്. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ ദിവസവും. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ഒരു 10-15 ദിവസം നമ്മൾ ക്രിസ്മസും ന്യൂ ഇയറും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ തിമിർക്കുകയാണ്. അപ്പോൾ ആദ്യം നമുക്കൊരു പാട്ടോടെ തുടങ്ങാം. ഓക്കെ ഓക്കെ, നമുക്കാദ്യം ഓ ഹോളി നൈറ്റ്. The stars are brightly shining. It is the night of my dear Savior's birth. Long live the world in sin and error pining, till He appeared and the soul felt its worth. A thrill of hope, the weary soul rejoices, for yonder breaks a new and glorious morn. On your knees, oh, hear the angel voices, oh, night divine, oh, when Christ was born. Oh, night, oh, holy night, oh, night divine. അത്രേ ഉള്ളൂ അല്ലേ? വെസ്റ്റേൺ ആണ് കൂടുതൽ പാടുന്നത്? ആ, എനിക്ക് വെസ്റ്റേൺ ആണ് കൂടുതൽ പാടാൻ ഇഷ്ടം. അതെന്താ? എനിക്കാണ് സൗണ്ട്, എൻ്റെ സൗണ്ട് വോയിസിനെ കുറച്ചും കൂടി ഷൂട്ടിംഗ് ആയിട്ട് വെസ്റ്റേൺ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നൊക്കെ വെസ്റ്റേൺ ആണോ? വെസ്റ്റേൺ ആണ്. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ ഡിഗ്രിക്ക് പഠിക്കുന്നു, ഭാരത് മാതാ കോളേജിൽ. കൊച്ചി തന്നെയാണ് അല്ലേ? അതെ. ഓക്കെ, ഇവിടെ എങ്ങനെയാ കോളേജിൽ നിന്നുള്ളൊരു സപ്പോർട്ടും ഒക്കെ? കോളേജിൽ നിന്ന് ഞാനിപ്പോൾ ഫസ്റ്റ് ഇയർ ആയിട്ടുള്ളൂ, പക്ഷെ സ്റ്റിൽ പ്രോഗ്രാംസിനെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. സ്റ്റേജിലെല്ലാം ഇൻഡിപെൻഡൻസ് ഡേ അങ്ങനെയുള്ള സെലിബ്രേഷൻസിലെല്ലാം പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് ഗുഡ് സപ്പോർട്ടാണ് അവിടെ. സീനിയേഴ്സിൻ്റെ ആണെങ്കിലും ടീച്ചേഴ്സിൻ്റെ ആണെങ്കിലും നല്ല സപ്പോർട്ടാണ്. കോമ്പറ്റീഷൻ ഒക്കെ പോയിട്ടില്ലേ? അതെ, പോയിട്ടുണ്ട്. ചർച്ച് ലെവൽ കോമ്പറ്റീഷൻസ് ആണ് കൂടുതൽ അറ്റൻഡ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ അകത്ത് ഡയസിൻ ലെവലിലെ ചാമ്പ്യൻ ആയിരുന്നു. ആ, ഞങ്ങൾ യൂത്തിലോട്ട് കയറിയ സമയത്തായിരുന്നു ഞങ്ങളുടെ കൺഫർമേഷൻ കഴിഞ്ഞിട്ട് യൂത്ത് കയറി. സോ ആഫ്റ്റർ ദാറ്റ് നമുക്ക് ഈ യൂത്ത് ലെവൽ കോമ്പറ്റീഷൻസ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് കീബോർഡിലും അതർ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ട് റെക്കോർഡ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഉണ്ട്. സോ അതിൻ്റെ അകത്തെല്ലാം പ്രൈസസ് കിട്ടിയിട്ടുണ്ട്. എല്ലാത്തിലും ഫസ്റ്റ് ആയിരുന്നു? ആ, ഞാൻ കലാതിലകമായിരുന്നു. അടിപൊളിയാണല്ലേ. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടൊക്കെ എങ്ങനെയാ? വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് മമ്മി, പപ്പ, എൻ്റെ ബ്രദറുണ്ട്. വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. ഏത് പ്രോഗ്രാംസിനും പോവാന്നെങ്കിലും അല്ല, മമ്മിയും പപ്പയും കൂടെ എപ്പോഴും ഉണ്ടാവും. ചേട്ടൻ മർച്ചന്റ് നേവിയിൽ വർക്ക് ചെയ്യാണ്. സോ അപ്പൊ ചേട്ടൻ മിക്കവാറും ഷിപ്പിലായിരിക്കും. ഇല്ലാത്ത സമയത്തെല്ലാം കൂടെ ഉണ്ടാവും. അങ്ങനെയാണ്.
ഓക്കെ. സാധാരണ പാരന്റ്സ് അങ്ങനെ ചിലപ്പോൾ ഇപ്പോൾ കുറച്ചൊക്കെ മാറിയിട്ടുണ്ട്, കുറേ മാറിയിട്ടുണ്ട്. എന്നാലും പണ്ടൊക്കെ എന്ന് വെച്ചാൽ പഠിക്ക് ഈ പ്രായം, അതാണ് ഞാൻ ചോദിച്ചത്. ഈ പ്രായത്തിൽ കൂടുതൽ പഠിക്കുകയെന്ന് പറഞ്ഞ് നിർബന്ധിക്കുമല്ലോ. വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടാണ്. ഏത് പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും എൻ്റെ കൂടെ എപ്പോഴും വരും. എല്ലാത്തിനും യെസ്സേ പറയത്തുള്ളൂ. ഇങ്ങനെ പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യാൻ നോ പറയാനില്ല. എന്നെ പഠിപ്പിക്കുന്ന സാറാണെങ്കിലും, എന്നെ പഠിപ്പിക്കുന്ന ജെയിൻ സാമുവൽ സാറാണ്. സാർ എന്ന് പറയുന്നത് ഏത് കാര്യത്തിനും നമ്മൾ റെഡി ആയിരിക്കണം. നോ എന്ന് പറയുന്ന ഒരു വാക്ക് പറയാൻ പാടില്ല. നമ്മളെപ്പോഴും റെഡിയായി ഇരിക്കണം. സാറിൻ്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന ഇൻസ്പിറേഷനും മോട്ടിവേഷനും തന്നെയാണ് എന്നെ ഇവിടം വരെ എത്തിച്ചത്. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത നെക്സ്റ്റ് സോങ്ങിലേക്ക് പോകാം. ഓക്കെ, ഫൈൻ. ഏതാ പാട്ട്? ദ ഫസ്റ്റ് നോയൽ എന്ന് പറയുന്ന പാട്ടാണ്. Certain for shepherds in fields as they lay, in fields where they lay keeping their sheep on the cold winter's night that was so deep. Noel, 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 Noel. Born is the King of Israel. They looked up and saw a star shining in the east beyond and far, and to the earth it gave great light, and so it continued both day and night. Noel, 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 Noel. Born is the King of Israel. എല്ലാം പെട്ടെന്ന് തീർന്നു പോകണ പോലെ ആസ്വദിച്ച് വരുമ്പോഴേക്കും തീർന്നു പോകുന്നു. കുറേ നാളായോ ഇത് വെസ്റ്റേൺ പഠിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ കീബോർഡ് ആക്ച്വലി 7th സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കാൻ തുടങ്ങിയതാണ്. സോ കീബോർഡാണ് ആദ്യം പഠിക്കുന്നത്? കീബോർഡാണ്. അതിൻ്റെ കൂടെ വെസ്റ്റേൺ വോക്കൽ പാടി ചർച്ചിൽ പാടി അങ്ങനെ സാർ എന്നെ ട്രെയിൻ ചെയ്തെടുത്തെടുത്ത് തന്നെ പാടി പഠിച്ചാണോ? തന്നെ സാറ് ട്രെയിനിങ് ഉണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ചർച്ചിലെ കൊയറെല്ലാം ഉണ്ട്. ഇപ്പോൾ വോക്കൽ എക്സസൈസും അങ്ങനെയെല്ലാം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. വേറെ എന്തൊക്കെയാ ആക്ടിവിറ്റീസ്? വേറെ ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഞാൻ റെക്കോർഡർ വായിക്കും. വേറൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് റെക്കോർഡർ. സോ റെക്കോർഡർ വായിക്കാൻ ഇഷ്ടമാണ്. പിന്നെ ക്രാഫ്റ്റ് മേക്കിംഗ് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. സിമ്പിളായിട്ട് ഓറിഗാമി തിങ്സ് അല്ല, അങ്ങനെ ഫുൾ ഇൻട്രസ്റ്റ്. അതാണ് അതർ ആക്ടിവിറ്റീസ്. മോസ്റ്റ്ലി ഇപ്പോൾ കീബോർഡും പാട്ടും മ്യൂസിക്കായിട്ടാണ് ഹോബി ആയിട്ട് പോകുന്നത്. ഫ്രീ ടൈമിലെല്ലാം പ്രാക്ടീസ് ചെയ്യാനും എല്ലാം ഉണ്ടാവും. സ്കൂൾ എവിടെയായിരുന്നു? കേന്ദ്രീയ വിദ്യാലയ. അപ്പൊ അവിടെ ഈ കോമ്പറ്റീഷൻ ഇതിനൊന്നും വലിയ സപ്പോർട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ലല്ലോ? സ്കൂളില് ഞങ്ങൾക്ക് സെലിബ്രേഷൻസ് അതേപോലെ പ്രെയർ അങ്ങനെയെല്ലാം വരുമ്പോൾ കീബോർഡ് വായിക്കാറുണ്ട്. ആനുവൽ ഡേ അതിനെല്ലാം ഞങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിട്ട് കീബോർഡ് വായിക്കാറുണ്ട്. കോമ്പറ്റീഷൻസ് ഗ്രൂപ്പ് സോങ്ങിനൊക്കെ വരുമ്പോൾ കീബോർഡ് വായിക്കാറുണ്ട്. അങ്ങനെയെല്ലാം ഉള്ള ഗ്രേറ്റ് സപ്പോർട്ട് സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് നമ്മുടെ സ്റ്റേജിലുള്ള സ്റ്റേജ് ഫിയർ എല്ലാം മാറാൻ സ്കൂള് നമുക്ക് വലിയൊരു സപ്പോർട്ടാണല്ലോ. സോ അങ്ങനെയായിരുന്നു. ഓക്കെ. പലരും ഈ യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോകാൻ വേണ്ടി തന്നെ സ്കൂള് മാറുക അങ്ങനെ ചെയ്യുന്ന പിള്ളേർ ഒത്തിരി ഉണ്ടല്ലോ. അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിരുന്നു? അപ്പം അങ്ങനെ ഒരു പബ്ലിസിറ്റി കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്? മോസ്റ്റ്ലി ഞാൻ വായിക്കുന്നത് ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട്, നമുക്ക് കുറേ കൈൻഡ് ഓഫ് മ്യൂസീഷ്യൻസ് ഉണ്ട്. സം ഫോർ പോപ്പുലാരിറ്റി, ഓക്കെ ഫൈൻ. ചിലർക്ക് അതൊരു ഗ്രേറ്റ് ഇൻട്രസ്റ്റ് ആയിരിക്കും, പാഷനാണ്. ചിലർക്ക് ഇറ്റ്സ് എ മിഷണറി വർക്ക്, അവരുടെ മ്യൂസിക് ഒന്ന് അപ്രോച്ച് കാണിക്കാൻ വേണ്ടി. സോ ഫോർ മീ ഞാൻ പഠിച്ചു തുടങ്ങിയത് എന്നെ പഠിപ്പിക്കുന്ന സാറാണേലും
കുറേ പ്രോഗ്രാംസ് ഇപ്പോൾ YMCA ആയിക്കോട്ടെ, ക്രിസ്മസിൻ്റെ സമയമായിരിക്കട്ടെ, ഇപ്പോൾ ക്രിസ്മസിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള ഫുള്ളി ഇൻവോൾവ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള പ്രോഗ്രാംസ് എല്ലാം ഉണ്ടായിട്ടുണ്ട് സ്കൂൾ ടൈമിൽ പഠിക്കുമ്പോൾ. സോ ടിൽ 10th ആണെങ്കിലും എനിക്ക് അപ്പോൾ പ്രോഗ്രാംസിന് കുറവൊന്നും ഉണ്ടായില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ യൂത്ത് ഫെസ്റ്റിവൽ ചേച്ചി പറഞ്ഞ പോലെ സോ വേറൊരു സ്കൂൾ ചേഞ്ച് ചെയ്യണം എന്നുള്ള തോട്ട് വന്നിട്ടില്ല. സോ എൻ്റെ സ്കൂളിലുള്ള ഫുൾ സപ്പോർട്ടുണ്ട്. സ്കൂളുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് വായിക്കുന്നതല്ല. അപ്പോൾ അസംബ്ലിയിൽ വായിപ്പിക്കാറുണ്ട്, ഒറ്റയ്ക്ക് വായിപ്പിക്കാറുണ്ട്. സോ അവിടെ അവർ ചാൻസസ് തരുന്നതുകൊണ്ട് ഗ്രേറ്റ് സപ്പോർട്ട് ഉള്ളതുകൊണ്ടും സാർ കുറേ പ്രോഗ്രാംസ് നമ്മളെ പഠിക്കുന്നത് കീബോർഡ് പഠിച്ചാണെങ്കിൽ നമ്മളത് പ്ലേ ചെയ്യുമ്പോൾ ഒരു പബ്ലിക്കിന് മുമ്പിൽ പ്ലേ ചെയ്യുന്നത് ദാറ്റ്സ് എ കൈൻഡ് ഓഫ് അനദർ എക്സ്പീരിയൻസ്. നമ്മളിപ്പോൾ എക്സാമിനേഷൻസ് എഴുതുന്നതാണേലും ഒരു മൊബിൻ്റെ മുമ്പിൽ പ്ലേ ചെയ്യുമ്പോൾ അതിൻ്റെതായ ക്വാളിറ്റീസ് നമ്മൾ ഡെവലപ്പ് ചെയ്യും. സോ അതും സാറ് ചെയ്യിക്കുന്നത് കൊണ്ട് സോ ആ ഒരു തോട്ടായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ എന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണ്, ചാനൽസ് വഴിയും ഒക്കെ പോപ്പുലർ ആവും പെട്ടെന്ന്. അപ്പം അങ്ങനെയൊന്നും ട്രൈ ചെയ്തിട്ടില്ലേ, റിയാലിറ്റി ഷോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? അങ്ങനെ കുറേ ചാൻസസ് ഉണ്ടാവും നമുക്ക്. പക്ഷെ ഫോർ മീ പോപ്പുലാരിറ്റീനെക്കാട്ടി ഉപരി നമുക്ക് ദൈവം തരുന്ന ചാൻസസ് അത് ഏറ്റവും നന്നായി യൂട്ടിലൈസ് ചെയ്യുക, നമുക്ക് തരുന്ന സമയം പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ബെസ്റ്റ് പെർഫോം ചെയ്യാൻ നമുക്ക് കിട്ടുന്നത്. പോപ്പുലാരിറ്റി എല്ലാം അതിൻ്റെ ബാക്കിൽ വരുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ ഒരു ഫെയിമോ പോപ്പുലാരിറ്റിക്ക് അല്ലാതെ നമ്മൾ നമ്മുടെ മ്യൂസിക് റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഓഫ് കോഴ്സ് നമ്മളത് എത്തിച്ചു കഴിഞ്ഞാൽ നമുക്കത് പിന്നെ ഇത് ആളുകളിലേക്ക് എത്തിക്കണമല്ലോ, നമ്മുടെ പ്രൊഡക്റ്റ് ആളുകളിലേക്ക് എത്തിക്കണ്ടേ, അതാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഒന്ന് റിയാലിറ്റി ഷോസ് അങ്ങനെ എന്തെങ്കിലും ട്രൈ ചെയ്താൽ പെട്ടെന്ന് എത്തും. നമ്മൾ ഹാർഡ് വർക്ക് അതിനും ആവശ്യമാണല്ലോ. അപ്പൊ അങ്ങനെ ഒന്നും ട്രൈ ചെയ്തിട്ടില്ല? ചാനൽ ഷോസ് എന്തെങ്കിലും ചെയ്തിട്ടില്ല? ചാനൽ ഷോസ് ഞാൻ ദർബാർ ഹാളിൽ എക്യുമെനിക്കൽ ക്രിസ്മസ് കരോളിൽ വായിച്ചിട്ടുണ്ട്. സോ 8th സ്റ്റാൻഡേർഡ് മുതൽ വായിക്കുന്നതാണ്. അപ്പോൾ ഏത് ടെലികാസ്റ്റ് ചെയ്ത് കാണിക്കുമല്ലോ. പിന്നെ അങ്ങനെയുള്ള ഷോസ് എല്ലാം ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ചെറിയ ചെറിയ പ്രോഗ്രാംസ് ആണെങ്കിലും ചെയ്യാറുണ്ട്. സോ അതായിട്ട് ബിസിയായിരിക്കും. ഓക്കെ ഓക്കെ. പഠിക്കാൻ എങ്ങനെയാ? പഠിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ആണ്. അതെ, അതിൽ ഇൻട്രസ്റ്റ് ആണ് അല്ലേ? ഇൻട്രസ്റ്റ് ആണ്. അപ്പൊ പിന്നെ അതാണ് വീട്ടുകാർ അത്ര സപ്പോർട്ടായിട്ട് നടക്കുന്നത്. ഇതിനൊക്കെ പോയാലും പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? പഠിക്കണം, കാരണം നമ്മൾ ഇതിന്റെ പുറകെ പോവല്ലോ. നമുക്കൊരു ഫ്യൂച്ചർ നമുക്ക് തരുന്ന ആ ഒരു എഡ്യൂക്കേഷൻ അതും വേണം, ഇതും നമ്മുടെ പാഷൻ അതും നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. അപ്പൊ ഭാവിയിൽ ഒരു ഫ്യൂച്ചർ നോക്കിക്കഴിഞ്ഞാൽ എന്തായിരിക്കും? ഒരു സിംഗറായിട്ടോ കീബോർഡിസ്റ്റ് ആയിട്ടോ അതോ വേറെ ഏതെങ്കിലും പ്രൊഫഷനാണോ താല്പര്യം? ഞാൻ എൻ്റെ അംബിഷൻ പ്രൊഫസർ ആവാനാണ്. അതിൻ്റെ ഒപ്പം തന്നെ കീബോർഡിന്റെ ഡിഗ്രീസും ഞാനിപ്പോൾ 8th ഗ്രേഡ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ കീബോർഡിന്റെ ഡിഗ്രി തന്നെ ചെയ്യാൻ പോവാണ്. സോ അതിന്റെ ഡിഗ്രീസ് എടുത്തിട്ട് അതിൻ്റെ അകത്തും ഫ്ലറിഷ് ചെയ്യണം, എക്സൽ ചെയ്യണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ഓഫ് കോഴ്സ് വിത്ത് മൈ അംബിഷൻ പ്രൊഫസറായിട്ട് അതും ചെയ്യണമെന്നുണ്ട്. പിന്നെ വാട്ട് ഗോഡ് ഗീവ്സ്, പിന്നെ എന്താണ് ഡിസയർ അതുപോലെ നടക്കട്ടെ. ഓക്കെ. അപ്പൊ അടുത്ത പാട്ട് ഏതാ? അടുത്ത പാട്ട് ഒരു മലയാളം പാട്ട്. ഓക്കെ.
വൃന്ദങ്ങൾ ധരയിൽ മാലോകർ ഉയർത്തി പുൽക്കൂട്ടിൻ നാദം സംഗീതം ഉയരെ വൃന്ദങ്ങൾ ധരയിൽ മാലോകർ ഉയർത്തി പുൽക്കൂട്ടിൻ നാദം സംഗീതം. മലയാളം പാട്ടും പാടുന്നുണ്ടല്ലോ, എന്താ മലയാളം കോൺസെൻട്രേറ്റ് ചെയ്യാത്തത്? ഉണ്ട്, പാടുന്നുണ്ട്, കൊയറിലെല്ലാം പാടും. പക്ഷെ കൂടുതൽ ഇങ്ങനെ കമന്റ്സ് പറഞ്ഞു കേട്ടുള്ള ഇംഗ്ലീഷാണ് കൂടുതൽ ഭംഗി പറഞ്ഞിരുന്നത്. വോയിസിന് ചേരുന്ന കുറച്ച് വെസ്റ്റേൺ ആണെന്ന് പറഞ്ഞു. ഫിലിം സോങ്സ് ഒന്നും ട്രൈ ചെയ്തിട്ടില്ലേ? എനിക്ക് മോസ്റ്റ്ലി ഇൻട്രസ്റ്റഡ് ഇൻ ഡിവോഷണൽ സോങ്സ് ആണ്, ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് ആണ് ഞാൻ ഇൻട്രസ്റ്റഡ്. പിന്നെ എക്സാമിനേഷൻസ്, കീബോർഡിൻ്റെ എക്സാമിനേഷൻസ് ഒക്കെ എഴുതുമ്പോൾ മൊസാട്ടോ, ഹൈഡൻ്റെ ഒക്കെ പാട്ടുകൾ വായിക്കാറുണ്ട്. അങ്ങനെ വലിയ സെറ്റപ്പ് അല്ലേ? ചെറിയ നമ്മുടെ സാധാരണ കേരളത്തിലെ മ്യൂസിക് ഡയറക്ടേഴ്സിനൊന്നും ഇഷ്ടമില്ലാന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല, ഇഷ്ടമില്ലാണ്ടൊന്നുമില്ല. നമ്മൾ അതിന് നല്ലത് ആക്സെപ്റ്റ് ചെയ്തിട്ട് പഠിക്കുക, ഓരോ സ്റ്റൈൽസ് ഇംപ്രൂവ് ചെയ്യുക. അങ്ങനെ നോക്കിയാൽ നമ്മുടെ മലയാളികളിൽ ആരെയും ഇഷ്ടം? എനിക്ക് MJ ജയസൂര്യൻ സാറിന് ഇഷ്ടമാണ്, ശ്രീകുമാർ സാറിന് ഇഷ്ടമാണ്, സിംഗേഴ്സിൽ ശ്രേയ ഘോഷാലിന് ഇഷ്ടമാണ്, സുജാത ചേച്ചിനെ, ചിത്ര ചേച്ചിനെ. സ്വീറ്റ് മെലഡീസ് എല്ലാം നല്ല രസമൊക്കെ. സോ അവിടെ നിന്നൊക്കെ പഠിക്കാൻ നമുക്ക് ഒരുപാടുണ്ടല്ലോ. അതൊക്കെ കേട്ട് പഠിക്കാറുണ്ടോ അങ്ങനത്തെ സോങ്സ് ഒക്കെ? ഓഫ് കോഴ്സ്. മറ്റേ ചെറുതായിട്ട് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമുക്കത് കേട്ട് കേട്ട് തന്നെ നമുക്ക് ഓക്കെ ഇങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ നല്ല കാര്യങ്ങളെല്ലാം പഠിക്കാൻ നമുക്ക്. ഫിലിം സോങ്സ് കേൾക്കാറുണ്ടോ? കേൾക്കാറുണ്ട്. ഈ ഇന്നത്തെ കാലത്തെ ഈ സമയത്തെ പാട്ടുകൾ, പുതിയ പാട്ടുകളൊക്കെ? പുതിയ പാട്ടുകൾ ഞാൻ വലിയ അപ്ഡേറ്റഡ് അല്ല, പക്ഷെ ഓരോന്ന് കേൾക്കാറുണ്ട്. മെലഡീസ് ആണെങ്കിലും കേൾക്കാറുണ്ട്. ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ വരുമ്പോൾ അല്ലെങ്കിൽ റിയാലിറ്റി ഷോസ് കാണുമ്പോൾ അങ്ങനെ കേൾക്കാറുണ്ട്. ഒരു ഫിലിം സോങ് പാടാൻ, ഒരു സ്റ്റേജിൽ പാടാൻ, അതായത് വിത്ത് കീബോർഡ് അല്ല, ഇത് വിട്ടൊരു കളിയിലാന്ന് എനിക്ക് അറിയാം. എന്നാലും അങ്ങനെ ഒരു ചാൻസ് വന്നു എന്ത് ചെയ്യും? അത് മമ്മി പപ്പ ചലഞ്ച് ആയിട്ട് ചോദിക്കേണ്ടി വരും. അതെ, നമ്മുടെ ഇപ്പോഴത്തെ സിംഗേഴ്സിനെ പോലെ സ്റ്റേജിൽ പെർഫോം ചെയ്യാനുള്ള ഒരു ചാൻസ് കിട്ടിയാൽ അത് വേണ്ടെന്ന് വെക്കോ? അതോ വേണ്ടെന്ന് വെക്കൽ അത് എനിക്ക് പാരന്റ്സ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ എന്തായാലും. അത് പാരന്റ്സ് ആയിട്ട് അത് അവരുടെയും കൂടി കമന്റ്സ് നോക്കണമല്ലോ. എല്ലാ കാര്യങ്ങളും അങ്ങനെയാണോ ചെയ്യാറ്? എല്ലാത്തിലും എന്ത് താല്പര്യം തോന്നിയാലും പാരന്റ്സിനോട് ചോദിച്ച് എൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവും, അതും പറയും. അവർക്ക് എന്താ പറയാനുള്ള സജഷൻ കേൾക്കും. എന്നിട്ട് മാത്രമേ ആദ്യം പറഞ്ഞ ഇൻട്രസ്റ്റ് ആണ് ഞാൻ ചോദിച്ചത്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അത് പാരന്റ്സ് ആയിട്ട് തന്നെ അതൊരു ഡൈലമയായി പോയി. പക്ഷെ അങ്ങനെ ഒരു പാട്ടുകളൊക്കെ പാടി വേണമെങ്കിൽ കോളേജിൽ സ്റ്റാർ ആവാം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പോപ്പുലാരിറ്റി സ്റ്റാർ ആവാം സത്യമായിട്ടും. അപ്പൊ അങ്ങനെ ഒരു വലിയ ഇൻട്രസ്റ്റ് ഇല്ല. നമ്മൾ നമ്മുടെ കാര്യം ചെയ്യുന്നു. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ഞാൻ വായിക്കുന്നു. എനിക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സ് വായിക്കാനാണ്. അതിൻ്റെ അകത്ത് മോറോവർ ദൈവം നമ്മുടെ ആവശ്യപ്പെടുന്നത് അത് തന്നെയാണ്. ദൈവം തന്ന കഴിവ് ദൈവത്തിന് വേണ്ടി പാടി പുകഴ്ത്തി ദൈവത്തിന് കൊടുക്കുക. അത് ഏത് രീതിയിലാണേലും ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പൊ ചേട്ടനില്ലേ, ചേട്ടനായിട്ട് എങ്ങനെ ഭയങ്കര കമ്പനിയാണോ? അല്ല, പൊതുവെ ഈ അനിയത്തിമാരെ എപ്പോഴും പെറ്റായിരിക്കുമല്ലോ ചേട്ടന്മാരുടെ, കാര്യം സാധിക്കാനും ഒക്കെ. അങ്ങനെയാണോ നിങ്ങളെ വീട്ടില്? സിമിൻ എന്നാണ് പേര്. അപ്പോ ചേട്ടൻ 6 months ചിലപ്പോ ഷിപ്പിലായിരിക്കും. അപ്പൊ നമ്മൾ കാണാണ്ടിരിക്കുമ്പോ ഡിസ്റ്റൻസ് ഉണ്ടാവും. അപ്പൊ ലീവിന് വരുമ്പോ ഭയങ്കര കമ്പനിയാണ്. പ്രോഗ്രാംസിന് മിക്കപ്പോഴും വരാൻ സാധിക്കാറില്ല. ക്രിസ്മസിന്റെ എല്ലാം ടൈമിൽ ഷിപ്പിലായിരിക്കും. അപ്പൊ ഈ പ്രാവശ്യം മാത്രമേ ഇപ്പൊ എന്റെ കൂടെ ഉള്ളൂ. സ്പെഷ്യൽ ക്രിസ്മസ് ആണ്. അപ്പൊ എല്ലാത്തിനും സപ്പോർട്ടാണ്. സിമിചേട്ടന് പക്ഷെ കൂടുതൽ സിനിമ എല്ലാം അപ്ഡേറ്റഡ് ആണ്, പാട്ടുകളെല്ലാം അപ്ഡേറ്റഡ് ആണ്. വെസ്റ്റേൺ മ്യൂസിക്സ് എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ് വീട്ടില് തല്ലുപിടുത്തം അതൊക്കെ അത് കുറവാണ്. ഇതുപോലെ ഈ കുറെ നാളുകൂടി വരുമ്പോ 6 മാസം സഹിച്ചാൽ മതിയല്ലോ അല്ലേ? ഓക്കെ, ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറഞ്ഞൊരു പാട്ട് പാടോ? അപ്പോൾ ചേട്ടന് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്ന സോങ് ഡു യു ഹിയർ വാട്ട് ഐ ഹിയർ, ക്രിസ്മസ് സോങ് ആണ്. ഇത് ഞങ്ങളുടെ പള്ളിയിൽ ജൂനിയർ കൊയർ പാടിയപ്പോൾ വലിയ ഇഷ്ടമായി. അത് ഇങ്ങനെ ലാപ്ടോപ്പിലിട്ട് ചേട്ടന് ഇഷ്ടമായി, വലിയ ഇഷ്ടമായി. അപ്പോൾ ഈ പാട്ട് ചേട്ടന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യും ഫോർ ദിസ് ക്രിസ്മസ്. Do you see
see what I see. A star dancing in the night with a tail as big as a kite, with a tail as big as a kite. Sell the little lamb to the shepherd boy. Do you hear what I hear? Ringing through the sky, shepherd boy. Do you hear what I hear? A song, high above the trees, with a voice as big as the sea, with a voice as big as the sea. Said the shepherd boy to the mighty king, do you know what I know? In your palace, almighty king, do you know what I know? A child, she was in the cold. Let us bring him silver and gold. Let us bring him silver and gold. Said the king to the people everywhere, listen to what I say. Pray for peace, people everywhere. Listen to what I say. The child, sleeping in the night, he will bring us goodness and light. He will bring us goodness and light. He will bring us goodness and light. ചേട്ടൻ ഹാപ്പി ആയിട്ടുണ്ടാവും Happy അല്ലേ? ആയിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് എല്ലാവരും ഒത്തിരി സന്തോഷിക്കുന്ന ദിവസങ്ങളാണ് ഇതൊക്കെ, ക്രിസ്മസ്, ന്യൂ ഇയർ. എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ, പുതിയ വർഷം അടിപൊളിയാവട്ടെ. Thank you. ഓക്കെ, കീബോർഡ് ഇല്ലാതെയും ഇടയ്ക്കൊക്കെ കാണണം കേട്ടോ. കീബോർഡും പാട്ടൊക്കെ ഒന്നിച്ചു കൊണ്ടുപോകാൻ പറ്റട്ടെ കേട്ടോ. അപ്പോൾ എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്. Thank you. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും നാളെ കാണാം. ശുഭരാത്രി.